എത്തി. നേരെ കാണുന്ന നമ്മുടെ ഹാങ് ഔട്ട്. അപ്പോൾ നമുക്ക് കയറിയാലോ. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് വണ്ടിയൊക്കെ നോക്കണോട്ടോ. അങ്ങനെ റോഡൊക്കെ മുറിച്ചടന്നത് അപ്പുറത്തെത്തി കേട്ടോ ഗൈസ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഗൈസ്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എന്താ അതിൻ്റെ ഉള്ളിൽ നമുക്കറിയണമല്ലോ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടടിച്ചു പോയി. കുറച്ചുകൂടെ നേരത്തെ വന്നാൽ മതിയായിരുന്നു എന്നൊന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമായിരുന്നു. അങ്ങനത്തെ ഉള്ളിലേക്ക് കയറിയപ്പം കണ്ടോ കുറേ ഷോപ്സാണ് ഗൈസ്. നല്ല രസമാണ്. പക്ഷെ ഓരോ ഷോപ്പും നമുക്ക് വെറുതെ കയറിയിരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ല ഹാർട്ട് ഷേപ്പിലെ സീറ്റിങ്സ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ. എവിടെ പരിപാടിയെന്ന് അറിയില്ല. പക്ഷെ ഒരാൾ കൈ കാണിച്ച് വിളിച്ചു ഇവിടെ. അങ്ങനെ ഈ സൈഡിൽ കൂടെ ഞങ്ങൾ അകത്തേക്ക് കയറി ഗൈസ്. അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. നല്ല രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ നേരത്തെ വന്നവരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വന്നവരും വന്നപ്പോൾ അവിടെ നിറഞ്ഞു ഗൈസ്. നല്ല രസമായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രിപ്പറേഷനിലായി. കണ്ടോ ഇതാണ് ചുറ്റിനുള്ള വ്യൂ. മീൻസ് നിറച്ച് കടകളാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നമ്മൾ ബ്രൈഡിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പ്രിപ്പയർ ആയിട്ട് നിൽക്കുവാണ്. കേക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്ന് കേക്ക് കട്ടിങ് ഒക്കെയാണ് നമുക്കുള്ളത്. അങ്ങനത്തെ ബ്രൈഡ് വന്നു ഗൈസ്. ബ്രൈഡ് വന്നു. അങ്ങനത്തെ ബ്രൈഡ്സ് 3 പേരും വരുവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ബ്രൈഡ്സ്. ഇങ്ങനെ 3 പേര് വന്നു. അവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. കാരണം അവർ ആദ്യമായിട്ടാണല്ലോ. അങ്ങനെ ഫുൾ എൻജോയ്മെൻ്റ് ആണ് ഗൈസ്. അങ്ങനത്തെ അവർക്ക് എൻട്രി മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അവർ സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു. അങ്ങനത്തെ കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് അവർ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കേക്ക് കട്ടിങ് ആയി. അങ്ങനെ 3 പേരും കൂടെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിധം മാറി. പിന്നെ വൈബായി, ഫുൾ ഓണായിട്ടോ. ഡാൻസ്, പാട്ട്, ഫുള്ളൊരു DJ മൂഡായി. അങ്ങനത്തെ DJ ഒക്കെ കഴിഞ്ഞ് കുറച്ച് റീൽസൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി. പിന്നെ അവിടെ ഒരു ഫുഡ് കോർട്ട് പോലെയൊക്കെയാണല്ലോ. അതുകൊണ്ട് എല്ലാ കടകളിലും കയറി ബഡ്ജറ്റൊക്കെ നോക്കി ലാസ്റ്റ് ഞങ്ങളൊരു ഷേക്കിൻ്റെ ഷോപ്പ് കണ്ടുപിടിച്ചു. ഷേക്ക് അല്ല, ഒരു ജ്യൂസ് ഷോപ്പ്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഷേക്ക് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ വേറെ ഓർഡർ ചെയ്ത് നോക്കിയാണെന്നപ്പോൾ കുറച്ച് ഉപ്പിലിട്ടൊക്കെ കണ്ടു. പക്ഷെ അതിലൊന്നും മനസ്സ് ചാഞ്ചാടിയില്ല. നേരെ പിന്നെ ഒരു ഷവർമ സെൻറ്ററിലേക്ക് കയറി. അങ്ങനെ അവിടെ നിന്ന് റെഗുലർ ഷവർമ റോളും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇതൊക്കെ കഴിച്ച് സോങ്സൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോരാ സമയമായി ഗൈസ്. പോരാ സമയമായി. പിന്നെ കുറച്ചുകൂടി നേരത്തെ വരാമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെയും വരാമെന്നുള്ള നിബന്ധനയിൽ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി. 8:30 വരെ ബസ്സുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ബസ് കിട്ടി. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ ബസ്സിലൊക്കെ കയറി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫസ്റ്റ് സീറ്റ് തന്നെ കിട്ടി. നല്ല സ്പീഡായിരുന്നു. അങ്ങനത്തെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തി. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ മനസ്സിലായി ബസ്സില്ല, കഴിഞ്ഞു എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഫസ്റ്റ് ഓട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടെ ജാഥ പോലെ നടക്കലായിട്ടോ. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നടന്ന് നല്ല വൈബൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ് ഗൈസ്. ബൈ.